ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്തവരൊക്കെ വിഡ്ഢികളാക്കണം. ഈ UDFിൻ്റെ നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ 102 സീറ്റോട് കൂടി അവർക്ക് അധികാരം കിട്ടിയിട്ടും ഭരണം ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുക്കാനായിട്ട് മുഖ്യമന്ത്രി അവർ തീരുമാനിച്ചിട്ടില്ല. 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളത്. ഒന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഇത് നയിച്ചത് ആരാ? VD സതീശനാണ്. VD സതീശനെ നയിച്ച് ഈ 102 സീറ്റ് വാങ്ങിത്തരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട VD സതീശനാണ്. അത് ഈ നാട്ടുകാർക്കും ജനങ്ങൾക്കും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ട് കേരളത്തിലുള്ളവരെല്ലാവരെയും പൊട്ടന്മാരാക്കിയിട്ട് അവസാനം KC വേണുഗോപാലിനെ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ശരിക്കും ഇരുന്ന് ഭരിക്കാൻ പറ്റുമോ? എങ്ങാനും ആക്കി KC വേണുഗോപാലിനെ ആക്കി 47 MLA പിന്തുണയും ഹൈക്കമാൻഡിൻ്റെ ആൾ തന്നെ, ഹൈക്കമാൻഡ് തന്നെയാണ് KC വേണുഗോപാൽ. പക്ഷേ കൂടുതൽ നിന്ന് കഷ്ടപ്പെട്ട് നയിച്ചതാരാ? VD സതീശനല്ലേ? അപ്പോൾ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാതെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാലൊരു പ്രശ്നം എന്താ പറയുമ്പോൾ VD ആയിരുന്നെങ്കിൽ എന്നുള്ളൊരിത് വരും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഭരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുത്തുവാക്ക് കേട്ടിട്ട് ഒരു സമാധാനത്തോടെ ശരിക്കും KC വേണുഗോപാലൊന്നും ഭരിക്കാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടിയാണ്, അവർക്ക് ആരെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കാനുള്ള ഇതുണ്ട്. പക്ഷേ MP മത്സരിക്കരുതെന്ന് ഉറപ്പൊരു MP ആണ് KC വേണുഗോപാൽ. അപ്പോൾ MP മത്സരിക്കരുതെന്നുള്ളൊരു തോന്നുന്നു. പക്ഷേ KC വേണുഗോപാലിന് അത് ബാധകമല്ലേ? എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ശരിക്കും KC വേണുഗോപാലിനെ ആക്കി കഴിഞ്ഞാൽ ഇരട്ടി ചിലവാണ്. പിന്നെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബൈ ഇലക്ഷൻ വരും. ആ MP സ്ഥാനത്ത് ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ മത്സരിക്കേണ്ട വരും. പിന്നെ വേറൊരാൾ MLA ഒരാൾ രാജിവെച്ചിട്ട് പിന്നെ തോറ്റു കഴിഞ്ഞാൽ പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ VD സതീശനെ ആക്കുന്നതാണ് ശരിക്കും ബുദ്ധി. പിന്നെ അതല്ലാന്നുള്ളൊരു സെക്കൻഡ് ഓപ്ഷൻ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ സീനിയർ ഒരു നേതാവാണ്, ഭരണപരിചയമുണ്ട്, എല്ലാം നല്ല പരിചയമുണ്ട്. KC വേണുഗോപാൽ നല്ലതല്ല എന്നല്ല പറയുന്നത്. പക്ഷേ KC വേണുഗോപാലിനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് VD സതീശനാണ് ഇതിനകത്ത്. അപ്പോൾ VDക്ക് വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? വളരെയധികം പ്രക്ഷോഭങ്ങൾ. അപ്പോൾ വലിയ പ്രക്ഷോഭത്തിലേക്കൊന്നും പോരുത്. അതായത് ഒരാൾ പെട്രോൾ ഒഴിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് പ്രതിഷേധം നടത്തി, അത് എങ്ങാനും ഈ ചൂടത്ത് എങ്ങാനും തീ പിടിച്ച് വളർന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും പോകരുത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ അവരെന്ന് പറഞ്ഞാൽ 5 വർഷം പൂർത്തിയാക്കി. ഫസ്റ്റ് ടൈം 5 വർഷം ഭരിച്ചു, പിന്നെ രണ്ടാമത്തെ ടൈമും കൂടെ 10 വർഷം ഭരിച്ചു. ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ ഭരണകാലത്ത് എന്ന് പറഞ്ഞാൽ ഭരണം അത്ര വലിയ മോശമൊന്നും ആയിരുന്നില്ല. ആ ഭരണം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചില ഈ ശബരിമല പ്രശ്നങ്ങളും പിന്നെ അങ്ങനെ പ്രശ്നങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ അഴിമതിയൊന്നും ഉണ്ടായിരുന്നില്ല ആ ഭരണം. പിന്നെ ആ ഭരണത്തിന് കൂടുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ ഓക്കി, പിന്നെ പ്രളയം, കോവിഡ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടും ശക്തമായിട്ട് ഭരിച്ചു ആ ഗവൺമെൻറ്. 10 വർഷം 2 ടേം കിട്ടി, 10 വർഷം പൂർത്തിയാക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഭരണം ഏറ്റെടുത്തില്ല. ഇത് ഭരണം ഏറ്റെടുക്കണേക്ക് മുമ്പ് തമ്മിത്തല്ലാണ്. നല്ല രീതിയിൽ ഭൂരിപക്ഷം കിട്ടി, പക്ഷേ ഭരണം ഏറ്റെടുക്കണേക്ക് മുമ്പ് തമ്മിത്തല്ലായി. ആരാവും മുഖ്യമന്ത്രി, ആരാവും എന്നുള്ളതിൽ രമേശ് ചെന്നിത്തലാവോ VD സതീശനാവോ പിന്നെ KC വേണുഗോപാലോ? KC വേണുഗോപാലാണ് മുൻഗണന. പക്ഷേ KC വേണുഗോപാൽ എന്താ ചെയ്തത്? ഈ മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ട് പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആവും. അങ്ങനെ പറയും ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പക്ഷേ നിങ്ങളുടെ പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടിയാണ്, വലിയ പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്ന് ഹൈക്കമാൻഡിൻ്റെ ഒരു നിരീക്ഷകരുടെ ഒരു ലിസ്റ്റിൽ ഒരു മാധ്യമപ്രവർത്തനം കിട്ടില്ല, അത് എന്തോ ലീക്കായിട്ട് അത് കിട്ടി. അപ്പോൾ അതിനകത്ത് കൂടുതലും പറഞ്ഞേക്കുന്നത് വെച്ചാൽ KC വേണുഗോപാലിൻ്റെ പേരാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതുപോലെ ലീക്കായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുക. ഇനി ആക്കിയില്ലെങ്കിൽ ഒരു ആഭ്യന്തര വകുപ്പ് കൊടുക്കുക. ആഭ്യന്തര വകുപ്പും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. VD സതീശൻ പറയണമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആയില്ല എന്നൊരു MLA ആയിട്ട് തുടരാം. MLA ആയിട്ട് തുടരുകയാണെങ്കിലും അതും നല്ല കാര്യമാണ്. പിന്നെ എങ്ങാനും ഞാൻ പറയില്ലേ, എന്നാലും ആൾക്കാർ പറയും എന്നാലും VD സതീശനായാൽ മതി എന്നുള്ളൊരു രീതി തോന്നൽ ഒരു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ ഒരിക്കലും KC വേണുഗോപാലിന് ഒരിക്കലും പറ്റില്ല. കാരണം ഈ അയാളെന്ന് പറഞ്ഞാൽ അധികം കഷ്ടപ്പെട്ടില്ല. ഈ കൂടുതൽ കഷ്ടപ്പെട്ടത് VD സതീശനാണ്. അപ്പോൾ എന്തുകൊണ്ടും മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ VD സതീശനായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളുടെ പൾസ് അറിയണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തവരൊക്കെ മണ്ടന്മാരായിപ്പോയി. ഈ LDFിൻ്റെ പഴയ മന്ത്രിസഭയിലെ മന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ മന്ത്രി രാജിവെച്ച മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ, എം എം മണി പറഞ്ഞാൽ UDFിന് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തവരൊക്കെ
മണ്ടന്മാരാണെന്ന് പറയാം. ശരിയാണ്, നിങ്ങളുടെ ഈ തമ്മിത്തല്ലും കടിപിടിയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി VD സതീഷിനെ മുഖ്യമന്ത്രിയാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജനങ്ങളുടെ എതിർപ്പ് വരും, പ്രക്ഷോഭങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് എങ്ങാനും VD സതീഷിനെ മുഖ്യമന്ത്രിയാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമായിട്ട് ഭരിക്കാൻ പറ്റില്ല. അത് 6 മാസത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു ബൈ ഇലക്ഷൻ വരും. ആ ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാവി എന്താവും? പിന്നെ ഒരാൾ അധിക ചിലവാണെന്ന് ഒരാൾ MLA ഉള്ള ഒരാൾ രാജിവെച്ചിട്ട് വീണ്ടും ഇലക്ഷന് നേരിടണം. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നഷ്ടമല്ലേ? അപ്പോൾ എന്തുകൊണ്ടും ശരിക്കും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് വോട്ട് ചെയ്തത്. ഈ LDFൻ്റെ ഭരണം മടുത്തിട്ട്, അതായത് UDF ജയിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് കൂടുതലും മുമ്പിട്ട് ഇറങ്ങിയത് VD സതീഷിനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി VD സതീഷിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് അഭിപ്രായം. ഇനി മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു MLA ആയിട്ട് തുടർന്നാലും അതൊരു ബുദ്ധിമുട്ടാവും. എന്താ വെച്ചാൽ ആൾക്കാർക്ക് കൂടുതലും MLA സപ്പോർട്ട് ആണെന്ന് പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലും കൂടുതൽ MLA മനസ്സിലും VD സതീശൻ തന്നെ അത് ആക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് പോകും. മാത്രമല്ല അത് സമാധാനമായിട്ടൊരു ഭരിക്കാനൊരു ഇതുണ്ടാവും, ഭരിക്കാനൊരു ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് KC വേണുഗോപാലിനും ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമായിരിക്കും. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇത്, ഞാൻ കോൺഗ്രസ് അനുഭാവിയൊന്നുമല്ല. VD സതീശനായിരിക്കും നല്ലത്. എന്തുകൊണ്ടും നല്ലൊരു ശക്തമായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിട്ട് വരാൻ VD സതീശനെല്ലാം കൊണ്ട് കഴിയും. രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായമായി. പക്ഷേ എങ്കിൽ ഈ തവണ ഒരു ചാൻസ് കിട്ടി, അടുത്ത തവണത്തേക്ക് ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് VD സതീശനായാലും അടുത്ത ചാൻസ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. VD സതീശനെ ഫസ്റ്റ് പരിഗണിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.